അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ 3 പേരും ഉണ്ടല്ലോ, നമ്മുടെ പൊന്നൂസും കുട്ടൂസും നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നലെയാണ് നാട്ടിൽ നിന്ന് വന്നത്. നാട്ടിൽ നിന്ന് വന്നതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് വന്നത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമുള്ള വരുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലെ? അതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങി ഞങ്ങള്. അപ്പൊ ഇന്ന് കുറേ സമയം ലേറ്റായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ കേട്ടോ. രാവിലെ ഇപ്പൊ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടോ അല്ലേ? അപ്പൊ 10 മണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് രാവിലത്തെ കട്ടനൊക്കെ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല ഒന്നാമതര കടും കാപ്പി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ് കേട്ടോ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങള് രാവിലെ നല്ല കടും കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആദ്യത്തെ ദിവസം, ദുബായിലെ ആദ്യത്തെ ദിവസം നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പൊ പക്ഷെ നമുക്ക് ക്ലൈമറ്റ് അങ്ങോട്ട് പെട്ടെന്ന് മാറിയതിന്റെ ഒരു ബുദ്ധിമുട്ട്. നല്ല തണുപ്പാകട്ടെ, നല്ല തണുപ്പുണ്ട്. ഒച്ച സൗണ്ട് ഒക്കെ പോയി. അതെ, കുന്നൂസിന്റെ സൗണ്ട് ഇങ്ങനെ കരകരാന്നിരിക്കുന്നു. അപ്പൊ നല്ല തണുപ്പുണ്ട്. അതെ, നാട്ടിൽ ഭയങ്കര ചൂടല്ലേ? നാട്ടിൽ ഈ സമയത്ത് ചൂട്. അപ്പം പെട്ടെന്ന് തണുപ്പിനകത്തോട്ട് വന്നപ്പോൾ ഒരു ബുദ്ധി. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ കുഞ്ഞിന് എന്തെങ്കിലും, പക്ഷെ ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല. അവന് തണുപ്പത്ര എന്താ പറയാ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആവുന്ന ഒരാളല്ല. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ എന്താ പറയാ ദുബായ് ലൈഫ്, ഒരു 2-3 മാസത്തെ ദുബായ് ലൈഫ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ആയതാണ്. അപ്പൊ നമ്മുടെ ഇനിയുള്ള വീഡിയോ എല്ലാം ദുബായിലുള്ള ആ ഒരു എന്താ പറയാ ദുബായ് ലൈഫും നമ്മുടെ ചെറിയ ചെറിയ കുക്കിങ്, നമ്മുടെ ചെറിയ ചെറിയ യാത്രകളൊക്കെയാണ് നമ്മൾ വീഡിയോയിലേക്ക് എത്തിക്കുക അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ യാത്രാവിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാട്ടല്ലോ കുട്ടൂസിനോടും പൊന്നൂസിനോടും നമുക്കല്ലേ? പൊന്നൂസേ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചി ടു ദുബായ്? കൊച്ചിയല്ലേ, ട്രിവാൻഡ്രം ആയിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രം ടു ദുബായ് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആണോ? പൊന്നൂസ് വന്ന് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ ബുർജ് ഖലീഫ ഒക്കെ കണ്ടെന്നാ പറഞ്ഞത് കേട്ടോ. ഫ്ലൈറ്റ് ആയിരിക്കും കാണാമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടൂസ പിന്നെ യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഒരു ടെൻഷൻ ആയിരുന്നു. എന്നതിന്? ദുബായിലായിട്ട് ആദ്യമായിട്ടല്ലേ വന്നിറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ ഷാർജയിലായിരുന്നു. ശരിയാ. ദുബായിൽ വന്നിറങ്ങിയ എനിക്ക് എന്തോ ഒരു ടെൻഷനായിരുന്നു. ഞങ്ങൾ ആദ്യം ഇത് ആദ്യത്തെ വരവല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഇതിനു മുമ്പും കുട്ടൂസും പൊന്നൂസും വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് പൊന്നൂസിന് 2 വയസ്സേ ഉള്ളായിരുന്നു. പൊന്നൂസ് തീരെ കുഞ്ഞായിരുന്നു പൊന്നൂസ്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് അജ്മാനിലായിരുന്നു. അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലല്ല, ഞാൻ അജ്മാനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴല്ല, ഒരു 5 വർഷം മുമ്പ്. ഇപ്പൊ കുട്ടൂസിന് 7 വയസ്സായില്ലേ അല്ലേ? 5 വർഷം മുമ്പ്. അപ്പൊ ഇത് ഞങ്ങളുടെ 2ാമത്തെ യാത്രയാണ്. അപ്പൊ അന്നത്തെ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ചാനലും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഞങ്ങള് ഒരു 2 മാസം ഞങ്ങള് ദുബായിയുടെ കുറെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. എന്താ പറയുന്ന ദുബായിൽ കുറെ സ്ഥലത്ത് നമുക്ക് കറങ്ങണം അല്ലേ? അല്ലേ കുട്ടൂസേ? ശരിക്കും നമ്മുടെ ചക്കര ഉണ്ടല്ലോ പൊന്നൂസ്. ഈ പൊന്നൂസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ കുട്ടൂസിനോട് എന്തോ ചോദിക്കുന്നേ, നീ എത്ര ദിവസം ഉണ്ടമ്മേ ദുബായി പോവാന്? ശരിക്കും അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ അമ്മേ ഇനി എത്ര ദിവസമുണ്ട്? 10 ദിവസവും 15 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു കുട്ടൂസിന് കേട്ടോ. അപ്പൊ ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഉടനെ ഒന്നും വരാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത് അല്ലേ? ഞങ്ങൾ ശരിക്കും മാർച്ച് ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതെ, പക്ഷെ ഞങ്ങളത് 1 മാസം നേരത്തെയാക്കി കുട്ടൂസിന്റെ സ്കൂളിലെ കുറച്ച് അല്ലേ ലീവും കാര്യങ്ങളൊക്കെ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് നമ്മൾ നേരത്തെയാക്കി. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പൊന്നൂസിന്റെയും കുട്ടൂസിന്റെയും കൂടെ കുറേ ദുബായിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. പിന്നെ ഞങ്ങളുടെ കുറേ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടാവണം അല്ലേ? അല്ലേ പൊന്നൂസേ? ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചക്കര പറയടാ, അതിന്റെ പ്ലാൻ എന്താ? ദുബായിൽ വന്നിട്ട് ടൂറിന് പോണം, പാർക്കിൽ പോണം. പാർക്ക് വിട്ടൊരു കളിയില്ല ഞങ്ങക്ക് കേട്ടോ. പാർക്ക് മെയിനാണ് ഞങ്ങളുടെ. അപ്പോ എന്താ പറയാ പാർക്ക് പോണം, ബുർജ് ഖലീഫ പോണം, പിന്നെ നമ്മുടെ എന്താ പറയാ ടൂറിന് പോണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട് അല്ലേ? അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ഞങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പൊന്നൂസിന് എവിടെ പോകണ്ടേ? അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസും ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ചെറിയ എന്താ പറയാ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്താ പറ്റും പൊട്ടൂസ് എന്തോ ആലോചിക്കുന്നത്?
പിന്നെന്താ പെട്ടെന്നൊരു ആലോചന? ഉറക്കം വരും. ഇപ്പൊ അവിടെ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ, പൊന്നൂസിന് പിന്നെ ഉറക്കം വരുന്നത്. അപ്പൊ എന്താണെങ്കിലുമേ വീഡിയോസ് ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ലൈക്ക് ചെയ്യണം. കണ്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തു അല്ലേ. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ കമന്റ് സബ്സ്ക്രൈബ് മാത്രം ചെയ്യാതിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒന്നുപോലും മിസ്സാകാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അല്ലേ. അല്ലേ പൊന്നൂസേ? അപ്പൊ എന്താണെങ്കിൽ നമ്മുടെ ദുബായിലെ കുറച്ച് മറ്റുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. തൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അല്ലേ. നിർത്തിയാലോ പൊന്നൂസേ? അപ്പൊ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത ഓരോ വീഡിയോസിലൂടെ അറിയിക്കാം. അതെ, അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ എത്തി എന്നുള്ള ആളുടെ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഇപ്പൊ എത്തിച്ചത് അല്ലേ. അപ്പൊ എന്താണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കാണുന്നവരേക്കും എല്ലാവർക്കും തൽക്കാലം ഇവിടെ ഞങ്ങൾ ഇവിടെ തരികയാണ്. ഓക്കെ, ബൈ. ബൈ.